ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒറ്റ സോളാറിൽ രണ്ട് തരം ഇൻവെർട്ടർ, അതായത് സ്ട്രിങ് ഇൻവെർട്ടർ പഴയതിരുന്നതും അതിൻ്റെ കൂടെ മൈക്രോ ഇൻവെർട്ടറും ഒരുമിച്ച് എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ്. അത് ഒരുമിച്ച് ഒരേ കണക്ഷനാണ് മീറ്ററിലേക്ക് പോകുന്നത്. അത് വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഈ കാണുന്ന 3 പാനൽ 560 വാട്ട്സിൻ്റെയാണ്. അതിൻ്റെ കൂടെ ഈ കാണുന്ന 560 ഒരെണ്ണം കൂടി കൂട്ടിയിട്ടാണ് മൈക്രോ ഇൻവെർട്ടറിൽ കൊടുത്തിട്ടുള്ളത്. ആ സൈഡിൽ കാണുന്നത് പഴയ പാനലാണ്. അത് 445-ൻ്റെയാണ് 7 എണ്ണം. ആ 7 എണ്ണം വരുന്നത് പഴയ സ്ട്രിങ് ഇൻവെർട്ടറിലേക്കാണ്. അത് ഇവിടുന്ന് DC കേബിളാണ് താഴോട്ട് പോയേക്കുന്നത്. ഈ കാണുന്ന 4-ഉം ഇതിൽ കാണുന്ന 3-ഉം കൂടിയിട്ട് ഈ ചെറിയ പാനൽ, വലിയ പാനൽ ഒരെണ്ണം ഇതിൻ്റെ കൂടെയും ബാക്കിയുള്ളത് 3 എണ്ണം ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. ഇതാണ് പുതിയ പാനലിൻ്റെ അടിവശം കാണുന്നത്. അതിലാണ് മൈക്രോ ഇൻവെർട്ടർ പിടിപ്പിച്ചിട്ടുള്ളത്. ഇത് 2 കിലോ വാട്ടിൻ്റെ ടീസൺ കമ്പനിയുടെ മൈക്രോ ഇൻവെർട്ടറാണ്. അതിലേക്കുള്ള DC കേബിൾ കണക്ട് ചെയ്തിട്ട് ഇൻവെർട്ടറിൻ്റെ മറ്റേ ഭാഗം, അതിൽ നിന്നുള്ള AC കേബിളാണ് ഇതാ ഈ കണക്ട് ചെയ്തിരിക്കുന്നത്. അത് നേരെ AC കേബിൾ 4 സ്ക്വയർ വയറും ന്യൂട്രൽ ഫേസ് എർത്ത് താഴോട്ട് പോയിരിക്കുകയാണ്. ഈ ഇൻവെർട്ടറിൽ നമുക്ക് ഓരോ പാനലും സെപ്പറേറ്റ് മോണിറ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓരോ പാനലിൻ്റെയും ഔട്ട്പുട്ട് നമുക്ക് പ്രത്യേകം അറിയാൻ കഴിയും. ഇതിലേക്കാണ് മുകളിൽ നിന്നുള്ള DC കേബിള് സ്ട്രിങ് ഇൻവെർട്ടറിലേക്ക് വന്നിട്ടുള്ള അത് നേരെ സ്ട്രിങ് ഇൻവെർട്ടറിൽ വന്നിട്ട് അത് നേരെ AC ആക്കിയിട്ട് AC DBയിലേക്ക് പോയിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ MCB. ഈ ഇരിക്കുന്നതാണ് മുകളിൽ നിന്ന് വന്നിട്ടുള്ള മൈക്രോ ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ട്. ന്യൂട്രൽ ഫേസ് എർത്തും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നേരെ കണക്ട് ചെയ്തിരിക്കുന്നത് രണ്ടിൻ്റെ ഒരുമിച്ച് ഔട്ട്പുട്ട് മീറ്ററിലേക്കാണ്. 2 ഇൻവെർട്ടറിൽ നിന്നുള്ള കേബിൾ ഒരുമിച്ച് വന്ന് നമ്മുടെ ഐസൊലേറ്ററിൽ കയറിയിട്ട് ആ വഴി നെറ്റ് മീറ്ററിൽ കയറിയിട്ട് KSEBയുടെ ബൈ ഡയറക്ഷൻ മീറ്ററിൽ കയറിയിരിക്കുകയാണത്. അപ്പോൾ ഇത് വരുന്നത് 3 കിലോ വാട്ട് പഴയ സ്ട്രിങ് ഇൻവെർട്ടറും 2 കിലോ വാട്ടിൻ്റെ മൈക്രോ ഇൻവെർട്ടറും കൂടെയാണ്. അങ്ങനെ 5 കിലോ വാട്ടായിട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, താങ്ക് യു.